മറ്റ് വേദനകളോ മറ്റ് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ച് രോഗം മാറ്റിയെടുക്കാം. എന്നാൽ ഡയബറ്റീസ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു ദിവസം മരുന്ന് കഴിച്ചതുകൊണ്ടോ, ഒരാഴ്ച മരുന്ന് കഴിച്ചതുകൊണ്ടോ, ഒരു വർഷം മരുന്ന് കഴിച്ചതുകൊണ്ടോ, 10 വർഷം മരുന്ന് കഴിച്ചതുകൊണ്ടോ രോഗം മാറുന്നില്ല. മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളല്ല ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം. അപ്പോൾ നിരന്തരം ഈ കേരളത്തിലുള്ള 1 കോടി ജനത്തോളം വരുന്ന രോഗബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് രോഗബാധിതരായിട്ടുള്ള ആളുകൾ ഇനി വരുന്ന കാലങ്ങളിൽ ആശുപത്രി വാസം തന്നെയായിരിക്കും അവരുടെ വിധി എന്നുള്ളത്. ഈ ഒരു ദുരവസ്ഥയെ നമുക്ക് നേരിടേണ്ടി. മുൻകാലങ്ങളിൽ മലയാളി ആശുപത്രിയിൽ പോയിരുന്നത് വല്ലപ്പോഴൊക്കെയായിരുന്നു. ഇപ്പോൾ മലയാളിക്ക് എപ്പോഴും ആശുപത്രി വാസം എന്നുള്ള അവസ്ഥയിലേക്ക്. ഇതിനേക്കാളേറെ ഡയബറ്റീസ് കൊണ്ടുണ്ടാക്കുന്ന ശാരീരിക അവശതകൾ, കോംപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂസ്. അതിലൊന്ന് കാല് മരവിപ്പാണ്. ആദ്യകാലങ്ങളിൽ വരുന്ന കാലിലെ മരവിപ്പ്. ഒരുപക്ഷെ നമ്മൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സദസ്സ്, സപ്പോസ് നിങ്ങളുടെ പത്രക്കാരുടെ ഇടയിൽ തന്നെ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, ഇതിൽ കാല് മരവിപ്പുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കൈവക്കാൻ ആളുകളുണ്ടാവും. നമ്മൾ സർവേ നടത്താൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ ഭീകരത തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാല് മരവിപ്പ് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യഘട്ടങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്. കാല് മരവിപ്പ് വരുന്നത് ഒരുപക്ഷെ ദീർഘനേരം നിൽക്കുന്നത് കൊണ്ടും ന്യൂറോളജിക്കൽ കംപ്ലൈന്റ് കൊണ്ടും സംഭവിക്കുന്നതാണ്. എങ്കിലും ഇത് ക്രമേണ ചെന്നെത്തുന്നത് കാല് മുറിച്ചു മാറ്റൽ പ്രക്രിയ എന്നൊരവസ്ഥയിലാണ്. ഡയബറ്റീസ് ബാധിക്കുന്ന ഈ 1 കോടി ജനങ്ങളുടെ കാലിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ സമ്പ്രദായങ്ങൾ ഒരുപക്ഷെ തികയാതെ വന്നേക്കാം. അടുത്ത 10 വർഷത്തിനകത്ത് കേരളം നേരിടാൻ പോകുന്ന അതിഭീകരമായ ആരോഗ്യ രംഗത്തെ ഒരു ചാലഞ്ചാണ്. ഈ ചാലഞ്ചിനെ എങ്ങനെ നേരിടണം എന്ന എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞങ്ങളും വിശദമായി അതിനെക്കുറിച്ച് പഠനം നടത്തി. ഞങ്ങൾ കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനമാണ് ഇപ്പോഴും. 2020 മുതൽ ഞങ്ങൾ റിഫ്ലക്സോളജി എന്ന ഒരു ശാസ്ത്രത്തെ കേരളത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ കേരളത്തിൽ റിഫ്ലക്സോളജി പഠിച്ചിറങ്ങിയവരായിട്ടുണ്ട്. പക്ഷെ അതിൽ തെറാപ്പിസ്റ്റുകളായത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ റിഫ്ലക്സോളജി എന്ന ഈ പാദ പരിചരണ സമ്പ്രദായം ഡയബറ്റീസ് നമ്പിനെസ്സും ഡയബറ്റീസുമായി പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്, അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാല ഈ റിഫ്ലക്സോളജിയെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. 2012 4th സ്റ്റേജ് ക്യാൻസർ വന്ന രോഗികൾ 839 രോഗികളിൽ അവർ നടത്തിയ പഠനത്തിൽ 4th സ്റ്റേജ് ക്യാൻസറിൽ പെയിൻ കില്ലർ വർക്ക് ചെയ്യില്ല, വേദന സംഹാരി വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ കണ്ടെത്തിയ ആൾട്ടർനേറ്റ് റിഫ്ലക്സോളജി എന്ന പാദത്തിനടിയിലുള്ള റിഫ്ലക്സോളജി എന്ന ഒരു പാദ പരിചരണ സമ്പ്രദായമാണ്. ഇത്തരം യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനങ്ങളെ ഏകോപിപ്പിച്ച് ഞങ്ങൾ ഒരു പുതിയ, കേരളത്തിന് പുതിയത്, അന്താരാഷ്ട്ര തലത്തിൽ പുതിയതല്ല, കേരളത്തിന് പുതിയ ഒരു തൊഴിൽ മേഖല സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ CP's റിഫ്ലക്സ് മർമ്മ എന്ന ഒരു പുതിയ തെറാപ്പി രൂപീകരിച്ചത്. അതിൽ ഞങ്ങൾ യോഗ വിഭാഗത്തിൽപ്പെട്ട ചക്ര ഹീലിംഗും കൂടെ കമ്പൈൻ ചെയ്തു. റിഫ്ലക്സോളജിയിൽ തന്നെ പഴയ കാലങ്ങളിൽ ഈ റിഫ്ലക്സോളജിയുടെ പിതാവ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ വില്യം ഫിറ്റ്സ്ജെറാൾഡാണ്. ഒരു അമേരിക്കൻ ENT ഡോക്ടറാണ്. 1890 ജനിച്ച് 1930 മരിച്ച ഒരാളാണ്. ആ ഡോക്ടറുടെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ട് ഇതിനൊരു ശാസ്ത്രീയമായ വശം വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2020 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സ്റ്റൈലസ് വെൽനസ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഈ കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ നടത്തിയ 2020 മുതൽ ഞങ്ങൾ നടത്തിയ റിസർച്ചിന്റെ ഭാഗമായി ഇതിൽ കുറെ ചേഞ്ചസ് വരേണ്ടിയിരിക്കും. തിയറിറ്റിക്കലായി ശാസ്ത്രീയമായ പ്രയോഗങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരു തെറാപ്പിയാണ് CP's റിഫ്ലക്സ് മർമ്മ തെറാപ്പി എന്നുള്ളത്. ഈ തെറാപ്പി കേരളത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളുടെ കോംപ്ലിക്കേഷനെ നേരിടുന്നതിന് ഏറ്റവും ഫലപ്രാപ്തിയുള്ളതാണ് എന്നുള്ളതും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് യാതൊരു മരുന്നോ തൈലമോ ക്രീമുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് ദോഷകരമായി വരുന്നില്ല. ഒരു നയാ പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഈ തെറാപ്പി എന്തുകൊണ്ട് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൂടാ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് മുതിർന്നത്.